2024 ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബേസിക് എലമെന്ററി ലെവലിലുള്ള ഒരു എക്കണോമിന്റെ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഡെമോഗ്രാഫിക് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഡെമോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, പോപ്പുലേഷൻ, ഈ ഏരിയയിൽ വരുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് നമുക്ക് ഫസ്റ്റ് കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, എസ്പെഷ്യലി വിമൻ, അവരുടെ ചൈൽഡ് ബെയറിംഗ് ഏജിൽ എത്രത്തോളം അല്ലെങ്കിൽ എത്രമാത്രം ഓഫ്സ്പ്രിങ്സ് അല്ലെങ്കിൽ ഒരു ലൈവ് ബർത്ത്സ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് വരിക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ദ ആവറേജ് നമ്പർ ഓഫ് ലൈവ് ബർത്ത്സ് എ വിമൻ വുഡ് ഹാവ് ബൈ ദ എൻഡ് ഓഫ് ഹർ ചൈൽഡ് ബെയറിംഗ് ഏജ്. മറ്റ് ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡിഡക്ട് ചെയ്തും ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്ഷൻ ബി നോക്കാം. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ബോൺ ടു എ കപ്പിൾ ഇൻ ദർ ലൈഫ് ടൈം ഇൻ എ ഗിവൺ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇത്തരം ഒരു കപ്പിൾ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഒരു മാരീഡ് കപ്പിൾ അല്ലെങ്കിൽ അവർ ബെയർ ചെയ്യുന്ന ഒരു കുട്ടികളുടെ എണ്ണം റിലേറ്റഡ് ആയിട്ട് ഒരു ഡേറ്റയോ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷനോ ഒന്നും നമ്മൾ എവിടെയും ഫോളോ ചെയ്യുന്നില്ല. എസ്പെഷ്യലി നമ്മുടെ ഡെമോഗ്രാഫിക് കാൽക്കുലേഷന് വരുമ്പം ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ഒരു അപ്സൈഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്നത് ഒഴിവാക്കാം. പിന്നെ ഇത് ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ്. ഇവിടെ ഒരു ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കണക്കാക്കി ഉള്ള ഒരു കാൽക്കുലേഷൻസിലേക്ക് ഇതും പോകുന്നില്ല. കാരണം ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് എന്ന് പറയുമ്പോൾ അത് ബേസിക് ആയിട്ട് ഒരു പോപ്പുലേഷൻ റൈസിങ് ആണോ അല്ലെങ്കിൽ ഒരു ഡിക്ലൈനിങ് ആണോ എന്നുള്ളതാണ് മൊത്തത്തിൽ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ചിൽഡ്രൻ ബോൺ പെർ 1000 പീപ്പിൾ ഇൻ എ പോപ്പുലേഷൻ ഇൻ എ ഇയർ. ഒരു ഇയറിൽ അതിൻ്റെ മിഡ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ 1000 പെർ പീപ്പിളിന് എത്രത്തോളം കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ക്രൂഡ് പോപ്പുലേഷനാണ്. അത് ഓവറോൾ എത്രത്തോളം പോപ്പുലേഷൻ അല്ലെങ്കിൽ റൈസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത് ബേസിക് ലെവലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ്റെ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഒന്നുകിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാം, ഡിയിൽ ഒരു കൺഫ്യൂഷൻ വരാം. പക്ഷേ നമുക്കറിയാം ഫെർട്ടിലിറ്റി എന്നൊരു ക്രൈറ്റീരിയ വരുമ്പോഴത്തേക്കും അത് ഓപ്ഷൻ ഡിയിലേക്കാണ് വരിക.